സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാട്ടെ. ലോകത്ത് പല പ്രശ്നങ്ങളും നടക്കുന്നു. മനുഷ്യരുടെ യാത്ര എങ്ങോട്ട്? ദൈവം വച്ചിരിക്കുന്ന ആ വ്യവസ്ഥയിൽ കൂടെയാണ് പോകുന്നത് എന്ന് ചിന്തിക്കണം. ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുവാൻ ബൈബിളുകൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കതിൽ നിന്നും എന്താണ് പഠിക്കാനുള്ളത്? ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ആ ഒരു വലിയ രക്ഷ, ആ ഒരു പദവി എന്താണ്? നിത്യജീവനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ, അതറിയാൻ വേണ്ടിയാണ് എന്താണ് നിത്യജീവൻ, ദൈവരാജ്യം എന്താണ്, ഇതൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതി കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതാണ് ദൈവം അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതറിയണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ദൈവം പറഞ്ഞതുപോലെ തന്നെ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആത്മാവിൻ പ്രകാരം ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ അനുസരിക്കണം എന്നുള്ളതാണ്. ഈ തിരക്കേറിയ ഈ കാലത്ത് മനുഷ്യരുടെ പോക്ക് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി മനുഷ്യരൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി കിട്ടുന്നു, പല രീതിയിലും പോകുന്നു. പക്ഷെങ്കിൽ ഏത് സമയത്തും മരണം നമ്മോട് കൂടെ നടക്കുന്നു. ഈ സൃഷ്ടാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ പദ്ധതിയിലേക്ക് പ്രവേശിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യജീവൻ നമുക്ക് വേണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ബൈബിളിൽ കിടക്കുന്ന കൽപ്പനകളൊക്കെ നമ്മൾ അനുസരിക്കണമെന്ന് നമുക്ക് തോന്നും. കാര്യം ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടാക്കിയാലും എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും ഒടുവിൽ മരണം നമ്മളെ കൊണ്ടുപോകും. ഏത് സമയത്തും മരണപ്പെടാം. അപ്പോൾ ആ മരിക്കുന്നതിന് മുമ്പേ നമ്മൾ ആ ദൈവം വച്ചിരിക്കുന്ന ആ വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിന് നമ്മൾ പുതിയൊരു സൃഷ്ടിയാകണം. പല പ്രവൃത്തികളും ചെയ്ത് പല രീതിയിലും നടക്കുന്നു. ദൈവത്തെ വിളിക്കുന്നവരായാലും വിളിക്കാത്തവരായാലും ആ ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥയിൽ കൂടെ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. സ്നാനപ്പെട്ട് പുതിയൊരു സൃഷ്ടിയാകണം. മനുഷ്യൻ അവൻ എന്ന് അറിവ് കിട്ടുന്നോ, എന്ന് ദൈവത്തോട് അടുക്കുവാൻ അവൻ ആഗ്രഹം വരുന്നു, അന്നാണ് ഒരു മാനസാന്തരം ഉണ്ടായി അവൻ്റെ ഉള്ളിൽ ഒരു മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോൾ അവന് സ്നാനപ്പെടണം. സ്നാനത്തിനോടുകൂടി നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മൾ മറന്ന് പുതിയതായിട്ടൊരു സൃഷ്ടിയാകും. സ്നാനത്തോടുകൂടി നമ്മൾ മരിച്ച് അടക്കപ്പെട്ട് ആ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പിതാവ് മരണത്തിനോടുകൂടി നമ്മളെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവരാജ്യത്ത് ഇരുത്തും. എന്ന് വെച്ചാൽ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്ത് നമ്മളെ ഇരുത്തും, ആ വെളിച്ചത്തിൻ്റെ രാജ്യത്ത്.
പിന്നെ നമ്മൾ ആത്മാവിൻ പ്രകാരം ആ വെളിച്ചത്തൂടെ തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റയ്ക്ക് നടന്നാലും കൂട്ടത്തോടെ നടന്നാലും ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാര്യം മരണം ഏത് സമയത്തും മനുഷ്യനെ പിടിക്കും. ദൈവത്തെ അറിയുന്ന ദൈവമക്കൾക്കാണ് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ കൂടുതലാണ്. ആ പ്രശ്നത്തിൽ കൂടെ നിന്നാലും ഏത് പ്രശ്നം വന്നാലും ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് ബലം തരുന്ന ആ കർത്താവിനെ അറിയുക, ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുക, ആ ദൈവപുത്രനിലൂടെ ആ ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുവാൻ നമുക്ക് ഭാഗ്യം കിട്ടി. ദൈവം പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകൾ അനുസരിക്കുക തന്നെ വേണം. ആ 10 കൽപ്പന തന്നെയാണ് പുതിയ നിയമത്തിലും നമ്മളെ പഠിപ്പിക്കുന്നത്. 10 കൽപ്പന അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മുടെ ഉള്ളിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മളത് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് തോന്നും. പിന്നെ നമ്മൾ പഴയതിലോട്ട് പോകത്തില്ല. അപ്പോൾ ഏത് സമയത്താണ് മരണം മനുഷ്യൻ്റെ പിന്നാലെ നടക്കുവാണ്, ആ മരണത്തിന് മുമ്പേ നമ്മുടെ സൃഷ്ടാവിലേക്ക്, നമ്മളെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിലേക്ക് പോകുവാൻ നമ്മൾ തയ്യാറാകണം. കോടാനുകോടി വർഷങ്ങൾ ജീവിച്ചാലും ഈ ആത്മാവിന് മരണമില്ല എന്നാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നിത്യജീവൻ, ആ ജീവനാണ് ദൈവപുത്രനിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ആ നിത്യജീവനിലേക്ക് പോകുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആരും ഈ ലോകത്ത് എന്തെല്ലാം നേടിയാലും ഒന്നും ആരും കൊണ്ടുപോകത്തില്ല. രോഗമൊക്കെ വന്ന് ആശുപത്രികളിലൊക്കെ അഭയം തേടി ഒരു രക്ഷയും ഉണ്ടാകത്തില്ല. ഈ ദൈവത്തെ അറിയുമ്പോൾ തന്നെ നമ്മൾ ആ എന്ത് അസുഖമായാലും, എന്ത് ഭാരങ്ങളോ പ്രയാസങ്ങളോ പട്ടിണിയായാലും ഈ ദൈവത്തെ അറിയുമ്പോൾ നമുക്ക് അതിൽ നിന്നും ധൈര്യത്തോടെ നടക്കുവാനുള്ള ബലം കർത്താവ് തരും. ദൈവത്തെ അറിയാൻ, കൂടുതലായിട്ട് ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മോടടുത്ത് വരും. നമുക്ക് ഏത് പ്രതിസന്ധിയായാലും കഴിഞ്ഞു പോകാനുള്ള ബലം നമുക്ക് കിട്ടും. അതിനുള്ള ധൈര്യം കർത്താവ് തരും. ആ ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുവാൻ ശ്രമിക്കുക. ഇസ്രായേലിനോട് ഒട്ടിച്ചേരുവാൻ ശ്രമിക്കുക. കാര്യം കാട്ടലിവായ ജാതികളായ നമ്മൾ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നടന്ന നമ്മളെ എടുത്ത് ആ നാട്ടിലിവായ ആ മരത്തിൽ നമ്മളെ ഒട്ടിച്ചു. ഇനി നമ്മൾ രണ്ടല്ല. യഹൂദനായാലും യവനനായാലും ആരായാലും ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒന്നു തന്നെയാണ്. കർത്താവിൻ്റെ വരവ് അടുത്തു എന്നുള്ളത് ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളാൽ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. കാര്യം ഇസ്രായേലിനെ മുച്ചൂടും മുടിച്ചു കളയുവാൻ ശത്രുക്കൾ 4 വശത്തൂടെയും നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ആ ദൈവം അവരെ നടത്തുന്നതും ആ ചെറിയ രാജ്യത്തെ പരിപാലിക്കുന്നതുമൊക്കെയായിട്ട് നമുക്ക് അറിയാൻ കഴിയുമല്ലോ. അപ്പോൾ ഈ ദൈവത്തോടടുത്ത് ചെല്ലുക. ഏത് രോഗങ്ങൾക്കും ഏത് പ്രയാസത്തിനും പരിഹാരം അവിടുന്ന് തരും. ഇനിയും പരിഹാരം വന്നില്ലെങ്കിലും, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ആ നിത്യജീവൻ കളയാതെ ആ ദൈവാത്മാവിൽ തന്നെ നടക്കുവാൻ ശ്രമിക്കുക. ദൈവം തന്നെ നമുക്ക് ധൈര്യം തന്ന് നടത്തും.
പിശാച് പല പ്രവൃത്തികളും, പല രോഗങ്ങളും, പല പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും വരുത്തി നമ്മളെ ഈ ദൈവത്തിങ്കൽ നിന്നും തെറ്റിച്ച് കളയുവാനാണ് അവൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഈ നിത്യജീവൻ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ആത്മാവിനെ കളയാതെ നിത്യജീവനിലേക്ക് കടക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. ബൈബിൾ വായിച്ച് അതനുസരിക്കുക. ദൈവം നമുക്ക് 10 കൽപ്പന തന്നിട്ടുണ്ട്. അതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കണം. ആ 10 കൽപ്പനകൾ അനുസരിക്കുന്നവർക്കാണ് ഈ നിത്യരാജ്യം അല്ലെ ദൈവരാജ്യം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ആ 10 കൽപ്പനയിൽ ഒരു അക്ഷരം പോലും മാറിപ്പോകത്തില്ല. ആകാശം ഭൂമിയും മാറിപ്പോയാലും ആ 10 കൽപ്പനകൾ, മാറ്റമില്ലാത്ത ആ കൽപ്പനകൾ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകുക. പുതിയ നിയമത്തിലും ആ കൽപ്പനകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ബൈബിൾ വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിത്യജീവനെ പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്.